Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Afternoon, ma'am. എല്ലാവർക്കും good afternoon. Good afternoon, Miss. Prayer. Okay. Prayer start ചെയ്യാം. മാം ഞാനൊരു prayer. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാത കാന്തി ചിന്തിടും സുമംഗളാവിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. വിരിഞ്ഞു നിന്നതാരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. Sign in. സൈനിങ് ആരാണ് മിസ്സേ? ഒരു പാട്ടാണ് പാടുന്നത്, എന്റെ മോൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതികാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളാൽ നിലാവിൻ മുത്തേ നീ വന്നു. നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുടരുമ്പോൾ, നീയുലാവുമ്പോൾ സ്വർഗം മണ്ണിലുടരുമ്പോൾ, മാഞ്ഞു പോയൊരു പൂത്താരും പോലും കൈ നിറഞ്ഞ വാസന്തം പോലെ തെളിയും എൻ ജന്മ പുണ്യം പോ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. നിന്നിളം ചുണ്ടിൽ അണയും പൊന്മുളം കുഴലിൽ, നിന്നിളം ചുണ്ടിൽ അണയും പൊന്മുളം കുഴലിൽ, ആർദ്രമാമൊരു ശ്രീരാഗം കേൾപ്പൂ. പാദമണിഞ്ഞിടും മോഹങ്ങൾ പോലെ അറിയും എൻ ജീവമന്ത്രം പോ. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതഗാനായി വീണ്ടും എന്നിലേതോ ഓർമ്മകളായി നിലാവിൻ മുത്തേ നീ വന്നു. താങ്ക് യു മിസ്, താങ്ക് യു ഓൾ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്.
മിസ് കുഞ്ഞിനെ Thank എങ്ങനെ you, miss. ഇഷ്ടപ്പെടാതിരിക്കും മിസ് അല്ലേ? ഇത്രയും നന്നായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു. എല്ലാരും കുട്ടികൾ ഓർക്കുന്ന. നല്ലൊരു ഫീലിംഗ് അല്ലേ ഇത് കേട്ടപ്പോ. ഓക്കെ, അപ്പൊ ഇനിയും പാടിത്തരാം കേട്ടോ. എപ്പോഴും പറയും മിസ് പാട്ട് പാടണം, നന്നായിട്ട് പാടുന്ന ആളാണ്. എപ്പോഴും വിളിക്കും. നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരിക്കണം ഇതുപോലെ. അതെ മിസ്. എല്ലാ കഴിവുകളും സ്റ്റേജിൽ പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ then ടോട്ടൽ ഞാനാണ്. Live as if you were to die tomorrow. Learn as if you were to live forever. മഹാത്മാഗാന്ധി. നാളെ മരിക്കാനിരിക്കുന്നത് പോലെ ജീവിക്കുക, എന്നേക്കും ജീവിക്കാനിരിക്കുന്നത് പോലെ പഠിക്കുക. താങ്ക് യു. ഡിഫൻസ് മെക്കാനിസം കഴിഞ്ഞല്ലേ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം? അതെ മിസ്. മാം സെമിനാർ പറഞ്ഞിരുന്നു. സെമിനാർ പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്. സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം ഇൻട്രൊഡക്ഷൻ ആണോ? ഇൻട്രൊഡക്ഷൻ പാർട്ട് ആണോ അല്ലെങ്കിൽ എല്ലാവരും ആണോ? എന്തിനെ കുറിച്ച്? അത് കോമ്പൻസേഷന്റെ ആ ഒരു 14 സ്റ്റെപ്സ്. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് പറയുക. പിന്നെ 12 ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് 12 മിനിറ്റായിട്ട് ക്ലാസ് എടുക്കാനായിരുന്നു മിസ് പറഞ്ഞത്. എന്തായിരുന്നു അതിന് മോളെ നമുക്ക് പറയാമോ? മിസ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നെറ്റിന്? എന്റെ കേൾക്കാൻ പറ്റാവുന്ന ഓഡിയോ കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ട്. അത് ക്ലിയർ ആയില്ല എനിക്ക് പറഞ്ഞത്, ചെറിയൊരു നെറ്റ് ഇഷ്യൂ ഉണ്ട് മിസ്. അതായത് ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് ഓരോ സ്റ്റെപ്പുകളും ഓരോരുത്തർ എടുക്കാനാ പറഞ്ഞു, ഓരോ ടോപ്പിക്കുകൾ. അപ്പൊ അത് എന്താന്ന് പറയാ, അതിന്റെ മലയാളത്തിൽ അതിന്റെ മീനിങ് പറയാം. നിങ്ങളോട് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് എന്തൊക്കെ എടുക്കേണ്ടത് അല്ലേ? യെസ് മിസ്, യെസ്. ഓക്കെ, ഇൻട്രൊഡക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഡിഫൻസ് മെക്കാനിസത്തിന്റെ തുടക്കം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ മിസ്? സെമിനാർ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് പറയാനാണ്. ഇൻട്രൊഡക്ഷൻ പറഞ്ഞത് വേറെ ബാച്ചിലാണ്. അതാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ 14th ബാച്ചിന് ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യാനായിട്ട് സെമിനാർ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. എത്ര പേര് ചെയ്തിട്ടുണ്ട് തമ്പ് ചെയ്യാവോ? എത്ര പേര് ചെയ്തിട്ടുണ്ട്? അപ്പോ തുടങ്ങിക്കോളൂ. Good afternoon, everybody. Today I am present a seminar topic, compensate. Compensate means when an individual makes an attempt to compensate for a deficiency by directing his energies to some other aspects of his personality, in which no deficiency exists. He is the mechanism of compensation. It means, in simple words, compensation means trying to make up for a weakness or deficiency by developing strength in another area. അതായത് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ കുറവ് അല്ലെങ്കിൽ അപര്യാപ്തത പരിഹരിക്കുവാനായി മറ്റൊരു കഴിവിൽ വിജയം കണ്ടെത്തുക, മറ്റൊരു വേദിയിൽ, അതായത് രംഗത്ത് വിജയം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് എന്ന് പറയുന്നത്. വൺസ് മോർ, ഒരു വ്യക്തി തന്റെ എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി വേറെ ഒരു ഭാഗത്ത് വിജയം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം, ഒരു വിദ്യാർത്ഥിനി പഠനത്തിൽ മോശമാണെങ്കിലും മറ്റൊരു രംഗത്ത്, അതായത് കായിക രംഗത്ത് വിജയം കണ്ടെത്തുന്നതിനെയുമാണ് നമ്മൾ കോമ്പൻസേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഏതൊരു രംഗത്തും നമുക്ക് വിജയവും ഉണ്ടാവും, അതേപോലെ തന്നെ പരാജയവും ഉണ്ടാവും. അതില് നമ്മൾ എത്ര പരാജിതയായാലും നമ്മൾ വിജയത്തിനായി വേറൊരു രംഗം കണ്ടെത്തും, അതിൽ വിജയിക്കാനോ മികച്ചതാവാനോ മാറുന്നതിനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു മിസ്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മിസ്.
Then next. അടുത്തത് ആരാ ചെയ്യുന്നേ? കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റ്. കേൾക്കാൻ പറ്റുന്നില്ല. സപ്ലിമേഷൻ ആണ് എടുക്കാൻ. ടോപ്പിക് ഒന്നും കൂടി പറയാമോ മേരി? ടോപ്പിക് പ്രിനിയാണ്. ഫുൾ നെയിം പറഞ്ഞ പ്രിനി ജയകുമാർ. ഓക്കെ, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് സപ്ലിമേഷൻ ആണ്. കാണുന്നുണ്ടോ മിസ്? കാണാൻ പറ്റുന്നില്ല. കാണുന്നില്ലേ ലാപ്ടോപ്പിൽ? ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. അത് എന്താ നെറ്റ് ഇഷ്യൂ ആണ് മാം. ലാപ്ടോപ്പിൽ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, അതാ. ഓക്കെ മിസ്, ഐ എം ഗോയിങ് ടു ടോക്ക് അബൌട്ട് സപ്ലിമേഷൻ ഇൻ ഡിഫൻസ് മെക്കാനിസം. എന്ന് വെച്ചാൽ ഡിഫൻസ് മെക്കാനിസത്തിലെ സപ്ലിമേഷനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്താണ് സപ്ലിമേഷൻ? വാട്ട് ഈസ് സപ്ലിമേഷൻ? സപ്ലിമേഷൻ എന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് ഓൺ വൺ ടു മേക്കപ്പ് ഫോർ ദി ലാക്ക് ഓഫ് അനദർ. എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ കുറവ് നികത്താൻ നമ്മൾ മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള ചില അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ളതാണെങ്കിൽ അവയെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ സപ്ലിമേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഹാംഫുൾ ആയ, നമുക്ക് ദോഷകരമായ ഹാംഫുൾ ആയ ഇമോഷനെ അല്ലെങ്കിൽ ഇമ്പൾസിനെയോ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡയറക്റ്റ് ചെയ്തിട്ട് സോഷ്യൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാൾ സോഷ്യലി അക്സെപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എത്തുന്നതാണ്. എന്നുവെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഹാംഫുൾ ആയ ഇമോഷൻസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളെ ഉള്ളിലുള്ള അനിയന്ത്രിതമായ എനർജി ആവാം, ദേഷ്യം അല്ലെങ്കിൽ വാശി എന്നിവ എന്താണ് സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ കളികളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ ഇതൊക്കെ നമ്മൾ ഓരോ ഉത്തരവാദിത്വങ്ങൾ ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ എന്താ നെഗറ്റീവ് വികാരങ്ങളെ അത് പോസിറ്റീവായി ഉപയോഗിക്കാൻ പഠിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളിലാകാം, ചില കുട്ടികൾക്ക് എപ്പോഴും ദേഷ്യം വരാം അല്ലെങ്കിൽ വാശി കൂടാം. ഈ സമയത്ത് നമുക്ക് അവരോട് ഒരു കഥ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഒരു ബോക്സില് ക്രയോൺസ് കൊടുത്തിട്ട് ചിത്രം വരയ്ക്കാൻ പറയാം, അല്ലെങ്കിൽ കളർ ചെയ്യാൻ പറയാം. അപ്പൊ ഇതൊക്കെ ആ ദേഷ്യം നമ്മൾ വേറൊരു എന്താ റീഡയറക്റ്റ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ വേറൊരു പാത്തിലോട്ട് അവരെ കൊണ്ടുപോകുന്നത്. അത് കുറച്ചുകൂടി നമ്മുടെ മുതിർന്ന കുട്ടികളോടാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ അവരെന്താണ്, ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവളടുത്ത് ചെറിയ ജോലികൾ ചെയ്യാൻ പറയാം. ഉദാഹരണത്തിന് എന്താ പൂന്തോട്ടം നനയ്ക്കാൻ അല്ലെങ്കിൽ മുറി വൃത്തിയാക്കാൻ. ഇങ്ങനെ കുറെ ജോലികൾ ചെയ്യുമ്പോൾ അവരുടെ എന്താണ് ആ ഇമോഷൻസ് അവർക്ക് വേറൊരു ഉത്തരവാദിത്വ ബോധം ഉണ്ടാവുന്നു. അതിലൂടെ അവര് അപ്പൊ ആ ഒരു എനർജി എന്താണ് അവർക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ കഴിയും. വേറെ എന്ന് വെച്ചാൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ചില ജോലിയിൽ സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്താണ് വൈകുന്നേരം വ്യായാമം ചെയ്യാം. അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവര് രാഷ്ട്രീയത്തിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ സജീവമാകുന്നത് മറ്റൊരു ഉദാഹരണമാണ്. അപ്പൊ സപ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മളിലുള്ള ഹാർംഫുൾ ആയ ഇമോഷൻസിനെ അല്ലെങ്കിൽ എന്താ ഇമ്പൾസിനെ ഒരു റീഡയറക്റ്റ് ചെയ്തിട്ട് സോഷ്യലായിട്ട് സാമൂഹികമായിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെ കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ സപ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മെച്ചൂർ ആണെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റുള്ള മെക്കാനിസത്തിനെ അപേക്ഷിച്ച് സപ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെച്ചൂർ മെക്കാനിസം എന്ന് പറയുന്നു. മറ്റുള്ള മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓരോ കഴിവുകൾ കണ്ടെത്താനും സ്വന്തം പ്രശ്നങ്ങള് മറ്റുള്ളവരിൽ ആരോപിക്കുന്ന അങ്ങനെ കുറച്ച് മെക്കാനിസമാണ്. നമ്മളെ പ്രൊജക്ഷനും ഐഡന്റിഫിക്കേഷൻ ഇതൊക്കെയാണെങ്കിൽ നമ്മള് സ്വന്തം പ്രശ്നങ്ങൾ അതിനുള്ളിൽ തന്നെയാണ് അവര് ചെയ്യുന്നത്. പക്ഷെ അതേസമയം സപ്ലിമേഷൻ അങ്ങനെയല്ല. അവരെ എന്താണ് ഇമോഷൻസിനെ ഇത് ഗുണപരമായ രീതിയിൽ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ഒന്നാക്കി മാറ്റുന്നത് കൊണ്ടാണ് ഇത് മെച്ചൂർ എന്ന് പറയുന്നത്.
നമുക്ക് മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഒരാൾക്ക് നല്ല ദേഷ്യമുണ്ട്, എന്നാൽ ആ ദേഷ്യം നേരിട്ട് നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പൊ ആ വ്യക്തി ആ എനർജി എന്താണ് സ്പോർട്സിലോട്ട് മാറ്റുന്നു, അല്ലെങ്കിൽ കഠിനമായ വ്യായാമം ചെയ്തും മത്സരങ്ങളിൽ പങ്കെടുത്തും ആ നെഗറ്റീവ് ഊർജത്തെ എന്താ പോസിറ്റീവ് ആക്കി മാറ്റുന്നു. ഇത് ആ വ്യക്തിക്ക് എന്താണ് സ്വയം മെച്ചപ്പെടാനും സമൂഹം അംഗീകരിക്കുന്ന ഒരാളായി തുടരാനും സഹായിക്കുന്നു. ഈ സപ്ലിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനമായി 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എനർജി ചാനലിംഗ് ആയും ഇമോഷൻസ് റെഗുലേഷനായും എന്ന് വെച്ചാൽ വികാര നിയന്ത്രണത്തിലൂടെയും എനർജി ചാനലിംഗിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മിസ് മനസ്സിലായോ? മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ആരാണ് ചെയ്യുന്നേ? നന്നായിട്ട് ചെയ്തു കേട്ടോ. പേരെന്തായിരുന്നു? പ്രിനി എന്നല്ല പേര്? പ്രിനി ജയകുമാർ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന. ബാക്കിയെല്ലാം റെക്കോർഡ് ക്ലാസ് ആയിരുന്നു മാം. ഞാനൊരു ജോലി വിചാരിച്ചു ഇങ്ങനെ ഒരു പേര് ലൈവ് ക്ലാസ്സിൽ കേറാറില്ല അല്ലേ? ഇടയ്ക്ക് ഞാൻ കേറാറ് ഉള്ളു മാം. എനിക്ക് ജോലി ഉണ്ട്. അപ്പൊ ഞാനിപ്പോ ഡിസംബറിൽ റിസൈൻ ചെയ്തു. അപ്പൊ ഇപ്പോഴും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ക്ലാസ് കയറാൻ പറ്റുന്നുള്ളൂ. മോന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ ഇടയ്ക്ക് എൻട്രൻസിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ ആപ്ലിക്കേഷനും ഇതിനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എങ്കിലും മാക്സിമം ഇനി ക്ലാസ്സിലുണ്ടാവും. അടുത്ത ആളുടെ പേര് അടുത്ത ആളാരാണ്? ഞാൻ പറയട്ടെ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് റിപ്രഷനെ കുറിച്ചാണ്. അപ്പൊ റിപ്രഷൻ എന്താന്ന് പറയുന്നതിന് മുമ്പ് ഡിഫൻസ് മെക്കാനിസം എന്താണെന്നൊന്ന് ചെറുതായിട്ട് പറയാം. മാനസിക സംഘർഷങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനോ അവയെ പ്രതിരോധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾ സ്വീകരിക്കുന്ന ചില സാധാരണ തന്ത്രങ്ങളുണ്ട്. ഇവയെ പ്രതിരോധ തന്ത്രങ്ങൾ അഥവാ ഡിഫൻസ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ പല ടൈപ്സിലുള്ള ഡിഫൻസ് മെക്കാനിസം നമ്മൾ പഠിച്ചു. അതിനകത്ത് റിപ്രഷൻ എന്ന ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സഹിക്കാനാവാത്ത ഓർമ്മകള് ബോധ മനസ്സിൽ തുടരുമ്പം നമുക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകും. അത്തരം ഒരു സാഹചര്യത്തില് മനസ്സ് സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവയെ നമ്മുടെ അവബോധ മനസ്സിലേക്ക്, അതായത് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് അത് മാറ്റുന്നു. ഇതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി മാത്രം മനസ്സിന് ആശ്വാസം നൽകുന്ന ഒന്നാണ്. അത് ദീർഘകാലത്ത് മാനസിക സംഘർഷങ്ങളൊക്കെ സൃഷ്ടിക്കാം. അതായത് ഒന്നും കൂടെ അത് ചുരുക്കി പറയണേ, വേദനയുള്ള ഓർമ്മകള്, ചിന്തകള്, ഇവയെല്ലാം നമ്മുടെ മനസ്സ് അടിച്ചമർത്തുന്ന ഒരുതരം പ്രക്രിയയാണ് റിപ്രഷന്. ഈ റിപ്രഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നില്ല. അത് നമുക്ക് സ്വപ്നത്തിലൂടെയോ പെരുമാറ്റത്തിലൂടെയോ അല്ലെ നമുക്ക് ഭയത്തിലൂടെയോ ഒക്കെ നമുക്ക് റിപ്രഷൻ പുറത്തു വരും. ഇപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ, കുട്ടിക്കാലത്ത് നമുക്കുണ്ടായ ഒരു അപകടം, അതൊരാൾക്ക് ഓർമ്മയില്ലാതാകും. പക്ഷെ വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് പേടി തോന്നും. അതൊരു ഉദാഹരണമാണ് റിപ്രഷന്. അതുപോലെ നമുക്ക് കുടുംബത്തിലെ ഒരു വേദനാജനകമായ സംഭവത്തെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. നമ്മുടെ ചെറിയ പ്രായത്തിലുണ്ടായ ദുഃഖകരമായ അനുഭവങ്ങൾ നമുക്ക് ഓർമ്മയില്ലെങ്കിലും നമുക്ക് കാരണം അറിയാതെ ദുഃഖം വരും. ഇപ്പൊ ഒരു കുട്ടി ചെറുപ്പത്തിൽ കുട്ടിയുടെ അമ്മ മരിച്ചു പോയെങ്കിൽ ആ കുട്ടിക്ക് ഓർമ്മയില്ല തന്റെ അമ്മ മരിച്ചത്. തനിക്ക് ഇപ്പൊ 2 വയസ്സ് 1 വയസ്സുള്ളപ്പോഴായിരിക്കും ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോകുന്നത്. അപ്പം വലുതായി കഴിയുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ അമ്മമാര് കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്ന കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു വേദന ഉണ്ടാവും. പക്ഷെ ആ കുട്ടി അതിന്റെ കാരണം അറിയാതെയാണ് ആ ദുഃഖിക്കുന്നത്. കുട്ടിക്ക് തന്റെ അമ്മയെ കണ്ടതായിട്ടുള്ള ഒരു ഓർമ്മയില്ല. അപ്പം അതുകൂടാതെ നമ്മൾ ബാല്യത്തിൽ കേട്ട ഭയങ്കര പേടിപ്പിക്കുന്ന ഭീതികരമായിട്ടുള്ള കഥയൊക്കെ നമുക്ക് ഓർമ്മയില്ലെങ്കിലും ഇരുട്ടിനെ കാണുമ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ട്. ഇതൊക്കെ റിപ്രഷൻ ഉദാഹരണമാണ്. അപ്പം ഈ റിപ്രഷൻ വന്നാല് നമുക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇതൊരു സ്വാഭാവിക പ്രതിരോധ സംവിധാനമാണ്. പക്ഷെ എന്നാൽ അതിനെ നമ്മൾ തിരിച്ചറിയുകയും ആരോഗ്യപരമായിട്ടുള്ള വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത്
മാനസിക ആരോഗ്യത്തിന് വളരെ ഉത്തമമായിരിക്കും. താങ്ക് യു മിസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി ഞാൻ എടുക്കട്ടെ മിസ്? ശരിയാ. ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോണത് ഡിഫൻസ് മെക്കാനിസത്തിലെ ഒരു മെക്കാനിസമായ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. A defense mechanism is a psychological strategy used by the mind to protect a person from anxiety, stress, or uncomfortable thoughts and feelings. Defense mechanism helps people cope with the fear, guilt, anger, or emotional pain. അതായത് ഇതൊരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്. നമ്മുടെ ലൈഫിൽ ആൻസൈറ്റി, സ്ട്രെസ് ഇതുപോലുള്ള കോൺഫ്ലിക്ട്സ് കടന്നു വരികയാണെങ്കിൽ നമ്മുടെ മൈൻഡ് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇത് നമ്മൾ കുറെ ഡിഫൻസ് മെക്കാനിസം നമ്മൾ 12ഓളം പഠിച്ചു. അതിൽ ഉള്ള ഒരു മെക്കാനിസമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. റോൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഡിഫൻസ് മെക്കാനിസം. What is substitution? Substitution is also called displacement. It is a defense mechanism in which a person redirects feelings or impulses from a real source to a safer or more acceptable one. Substitution എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഇമോഷൻസ് അത് നമുക്ക് ചില സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാനോ അത് റിലീസ് ചെയ്യാനോ എക്സ്പ്രസ് ചെയ്യാനോ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം. അതിനു വേണ്ടി നമ്മളെ മൈൻഡ് ചില മാർഗങ്ങൾ അല്ലെങ്കിൽ വേറെ ചില ടാർഗറ്റ്സ് കണ്ടെത്തും. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദി മെയിൻ റോൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ടു റിഡ്യൂസ് ആൻസൈറ്റി ആൻഡ് ഇമോഷണൽ ടെൻഷൻ വെൻ എ പേഴ്സൺ കനോട്ട് എക്സ്പ്രസ് ഫീലിംഗ്സ് ടുവാർഡ്സ് ദി ആക്ച്വൽ സോഴ്സ്. നേരിട്ട് നമുക്ക് ഇമോഷൻസ് ഒരാളോട് പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില തന്ത്രങ്ങൾ കണ്ടെത്തും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എ സ്റ്റുഡന്റ് ആംഗ്രി വിത്ത് എ ടീച്ചർ കനോട്ട് ഷൂട്ട് അറ്റ് ദി ടീച്ചർ, cannot shout at the teacher, so later shout at the sibling at home. ഇപ്പൊ നമ്മുടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്തെങ്കിലും ആംഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോട് ഒരിക്കലും ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളെ ഇമോഷൻസ് മറ്റു വേറെ ആരടുത്തെങ്കിലും തീർക്കും. ഇപ്പൊ വീട്ടിലെത്തിയാല് വീട്ടിൽ നമ്മളെ സിബ്ലിങ്സ് ഉണ്ടാവും, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഇവരോടൊക്കെ എന്താന്ന് അറിയാത്ത ഒരു ഇമോഷൻ അല്ലെങ്കിൽ ആംഗ്രി നമ്മൾ തീർക്കും. അതുപോലെ എ പേഴ്സൺ ഫ്രസ്ട്രേറ്റഡ് അറ്റ് വർക്ക്, അതായത് ഒരു വ്യക്തിക്ക് നമ്മുടെ വർക്കിൽ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസോ എന്തെങ്കിലും സ്ട്രെസ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും, ഹിറ്റ്സ് എ പില്ലോ ടു റിലീസ് ആങ്കർ. വീട്ടിലെത്തിയിട്ട് തലയണൊക്കെ എടുത്ത് എറിയുക, അങ്ങനെയൊക്കെ ബോൾ അടിക്കുക, അങ്ങനെയൊക്കെ അടിച്ചിട്ട് അവരവരുടെ ഇമോഷൻസ് റിലീസ് ചെയ്യും. വെൻ എക്സ്പ്രസിങ് ഇമോഷൻ ലൈക്ക് ആങ്കർ, ഫിയർ towards the real person or situation is dangerous or unacceptable. അപ്പൊ നമ്മുടെ ഇമോഷൻസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അത് വേറെ രീതിയിലാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്യുക. ദി ഇമോഷൻ ഈസ് റിലീസ്ഡ് ബട്ട് ടുവാർഡ്സ് എ സേഫർ ഒബ്ജക്റ്റ് ഓർ പേഴ്സൺ. പക്ഷെ നമുക്ക് ആ പേഴ്സൺസിന് അതൊരു ഹാർംഫുൾ ആയിട്ട് രീതിയിൽ നമ്മൾ അത് പ്രകടിപ്പിക്കില്ല, അത് വേറെ രീതിയിലായിരുന്നു നമ്മളത് കണ്ടെത്തും. Substitution in defense mechanism helps release suppressed emotions. നമ്മുടെ ഒതുക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഒക്കെ ഇതിലൂടെ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയും. അതുപോലെ പ്രൊട്ടക്ട് ദ പേഴ്സൺ ഫ്രം ഡയറക്റ്റ് കോൺഫ്ലിക്ട്സ് ഓർ പണിഷ്മെന്റ്. അത് പേഴ്സണെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഇതൊരു ടെമ്പററി മെയിൻറ്റെയിൻ ഇമോഷണൽ ബാലൻസ് ആണ്. അതായത് താൽക്കാലികമായിട്ട് നമ്മളെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. താങ്ക് യു മിസ്. ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു മിസ്, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് അല്ലേ? മിസ്സിനെ ഇടയ്ക്ക് സ്റ്റക്ക് ആയെന്ന് പോലെ തോന്നുന്നുണ്ടേ. അതെ, ഞാൻ പറയുമ്പോ എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ഉണ്ട് മാഡം. മിസ് ഇടയ്ക്ക് സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടേ, അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ പറയുന്നത്
എന്താണ് പ്രശ്നം എന്ന് അറിയില്ല മിസ്. നെറ്റിന്റെ ആണ് എന്തായാലും, നെറ്റിന്റെ ഇഷ്യൂ പോലെ അല്ല തോന്നുന്നുണ്ട്. അല്ല, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഇതുണ്ടോ, നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടോ? അല്ല പറയുന്നതിൽ മിസ്, എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്, കേൾക്കാൻ അല്ല പറ്റുന്നുണ്ട്. അതല്ല, ഞാൻ പറയുമ്പോൾ സ്ട്രക്ക് ആവുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല അല്ലേ? ആ. ഇവിടെ രാവിലെ തൊട്ട് പ്രോബ്ലം ഉണ്ട്, നെറ്റിന്റെ ഇഷ്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാറുണ്ട്. ആ, അനുമോള് പ്രസന്റ് ചെയ്തോളൂ. എനിക്ക് എന്തോ നെറ്റിന്റെ പ്രശ്നമുണ്ട് മിസ്. ഉണ്ടല്ലേ? ഉണ്ട്. ഞാന് എനിക്കും ഉണ്ട് മിസ്. അതെ അതെ. ഗുഡ് ആഫ്റ്റർനൂൺ എവരി വൺ. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് സൈക്കോളജിയിലെ ഡിഫൻസ് മെക്കാനിസത്തില് ഐഡന്റിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ്. ആദ്യമായിട്ട് നമ്മൾക്ക് ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. In psychology, defense mechanisms are unconscious strategies used by the ego to protect an individual from anxiety, stress, and emotional conflict. ഐഡന്റിഫിക്കേഷൻ എന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഒരു പ്രതിരോധ മാനസിക സംവിധാനമാണ്. ഒരു വ്യക്തി ദുഃഖം, ഭയം, ഉത്കണ്ഠ, മാനസിക സമ്മർദ്ദം എന്നിവ അനുഭവിക്കുമ്പോൾ അയാളുടെ മനസ്സ് അറിയാതെ തന്നെ സ്വയം രക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വഴികളാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. അത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് നമ്മളെ സുരക്ഷിതമാക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം. അതിൽ തന്നെ ഡിഫൻസ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തത് അന്ന ഫ്രോയിഡ് ആണ്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ഈസ് എ ഡിഫൻസ് മെക്കാനിസം ഇൻ വിച്ച് എ പേഴ്സൺ unconsciously adopts the characteristics, behaviors, attitudes or values of another person to reduce anxiety and feel secure. ഐഡന്റിഫിക്കേഷൻ എന്നത് ഒരു പ്രതിരോധ മാനസിക പ്രക്രിയയാണ്. ഒരാൾ മറ്റൊരു വ്യക്തിയുടെ സ്വഭാവം, പെരുമാറ്റം, ചിന്തകൾ എന്നിവ അറിയാതെ തന്നെ അനുകരിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് ഭയം, അസുരക്ഷിതത്വം, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തത് പർപ്പസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. പർപ്പസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് റെഡ്യൂസസ് ആൻസൈറ്റി ആൻഡ് ഫിയർ. ഉത്കണ്ഠയും ഭയവും കുറയ്ക്കുന്നു. ഇൻക്രീസസ് ഫീലിംഗ്സ് ഓഫ് സേഫ്റ്റി. സുരക്ഷിതത്വ ബോധം വർദ്ധിപ്പിക്കുന്നു. ബിൽഡ്സ് സെൽഫ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഹെൽപ്സ് ഇൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. വ്യക്തിത്വ വികസനത്തിന് സഹായിക്കുന്നു. അസിസ്റ്റ് ചിൽഡ്രൻ ഇൻ ലേണിംഗ് സോഷ്യൽ റോൾ. കുട്ടികൾക്ക് പഠനത്തിലും സാമൂഹിക ചുമതലകളും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ടൈപ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ വിത്ത് പാരന്റ്സ്. കുട്ടികള് ചെറുതായിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്വഭാവം അനുകരിക്കുന്നത് ഒരു ഉദാഹരണമാണ്. അടുത്തതായിട്ട് ഐഡന്റിഫിക്കേഷൻ വിത്ത് പവർഫുൾ പേഴ്സൺ. ശക്തനായ ഒരു വ്യക്തിയുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ്. ഭയം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുട്ടിയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ ശക്തനായ ഒരാളെ അനുകരിക്കുന്നതാണ് ഐഡന്റിഫിക്കേഷൻ വിത്ത് എ പവർഫുൾ പേഴ്സൺ ആയിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ അടുത്തതായിട്ട് ഐഡന്റിഫിക്കേഷൻ വിത്ത് ഹീറോ ഓർ റോൾ മോഡൽ. ഒരു റോൾ മോഡലിനെയോ അല്ലെങ്കിൽ ഹീറോയോ പോലെ നമ്മുടെ സിനിമാ താരങ്ങളെയൊക്കെ അനുകരിക്കുന്നത് ഐഡന്റിഫിക്കേഷന് ഉദാഹരണമാണ്. ഐഡന്റിഫിക്കേഷൻ ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഐഡന്റിഫിക്കേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ചിൽഡ്രൻ കോപ്പിയിങ് എൽഡേഴ്സ്. മുതിർന്നവരെ പോലെ കുട്ടികൾ പെരുമാറുന്നത് ഒരു ഉദാഹരണമാണ്. മറ്റൊരു ഉദാഹരണമാണ് സ്റ്റുഡൻസ് അഡോപ്റ്റിംഗ് ടീച്ചേഴ്സ് ഡിസിപ്ലിൻ. ടീച്ചർമാരുടെ ഡിസിപ്ലിൻസ് സ്റ്റുഡൻസ് അനുകരിക്കുന്നത് ഒരു ഉദാഹരണമാണ്. ഫാൻസ് ഇമിറ്റേറ്റിംഗ് സെലിബ്രിറ്റീസ്. സെലിബ്രിറ്റീസിനെ അനുകരിച്ച് ഫാൻസ് നടക്കുന്നത് ഒരു ഉദാഹരണമാണ്. എംപ്ലോയീസ് മോഡലിംഗ് സീനിയർ ഓഫീസേഴ്സ്. സീനിയർ ഓഫീസേഴ്സിനെ റോൾ മോഡൽ ആക്കിയിട്ട് എംപ്ലോയീസ് പ്രവർത്തിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ ഇൻ ഡെയിലി ലൈഫിന് ഉദാഹരണങ്ങളാണ്. ഇനി മെറിറ്റ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഹെൽപ്സ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്നു. എൻകറേജസ് ലേണിംഗ് ആൻഡ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷനും ലേണിങ്ങിനും എൻകറേജ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ബിൽഡ്സ് കോൺഫിഡൻസ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. റെഡ്യൂസസ് ഫിയർ ആൻഡ് ഇൻസെക്യൂരിറ്റി. നമ്മൾ സുരക്ഷിതത്വമില്ലായ്മയും അതുപോലെ തന്നെ ഭയവും കുറയ്ക്കാൻ ഐഡന്റിഫിക്കേഷൻ സഹായിക്കുന്നുണ്ട്.
ഡീമെറിറ്റ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളാണ്. ഐഡന്റിഫിക്കേഷൻ കൊണ്ടുള്ള ദോഷങ്ങൾ എന്നാൽ ലോസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, നമ്മളുടെ വ്യക്തിത്വം നഷ്ടമാകുന്നു. ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിത്വമാണുള്ളത്. ഐഡന്റിഫിക്കേഷൻ സ്വീകരിക്കുന്നതിലൂടെ വ്യക്തിത്വം നഷ്ടമാകുന്നു. ഓവർ ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അഡോപ്ഷൻ ഓഫ് നെഗറ്റീവ് ബിഹേവിയേഴ്സ് ഈഫ് റോൾ മോഡൽ ഈസ് പുവർ, നമ്മളിപ്പോൾ അനുകരിക്കുന്ന ഒരു വ്യക്തി നെഗറ്റീവ് ബിഹേവിയർ ഉള്ള ആളാണെങ്കിൽ നമുക്കും ആ നെഗറ്റീവ് ബിഹേവിയർ വരും. അപ്പം ഐഡന്റിഫിക്കേഷൻ എന്നുകൊണ്ട് ദോഷങ്ങളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ എന്നത് മറ്റൊരു വ്യക്തിയെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ മാർഗമായിട്ട്, ഡിഫൻസ് മെക്കാനിസം ആയിട്ട് പറയാം. ഐഡന്റിഫിക്കേഷൻ എല്ലാവരും തന്നെ കൂടുതലായിട്ടും കുട്ടികളാണ് ഐഡന്റിഫിക്കേഷൻ ഏറ്റെടുക്കുന്നത്. താങ്ക് യു മിസ്. Okay, very good. Then next one. ഞാൻ പറയട്ടെ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് ഡിഫൻസ് മെക്കാനിസത്തിലെ നെഗറ്റീവ്സത്തെ കുറിച്ചാണ്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നിഷേധാത്മകത എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നിരാശാജനകമായ സാഹചര്യങ്ങളോട് വ്യക്തികൾ നെഗറ്റീവായി പ്രതികരിക്കുന്ന ഒരു സംവിധാനമാണിത്. ചില വ്യക്തികൾ അമ്പരപ്പിക്കുന്ന ചില സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് നെഗറ്റീവായിട്ടാണ്. അതായത് അവർ തങ്ങളെ കേൾക്കാമോ മിസ്? അവർ തങ്ങളെ വെല്ലുവിളിക്കുന്ന പ്രസ്താവനകളോടോ തടസ്സങ്ങളോടോ പ്രത്യേകപരമായി ഒന്നും കാണിക്കുന്നില്ല. പക്ഷെ അവർ പരസ്പരം വിരുദ്ധവും ശാഠ്യക്കാരവുമായി തീരുന്നു. അനുസരണക്കേട്, കോപം, ധിക്കാരം എന്നിവ അവരുടെ നിഷേധാത്മകതയുടെ പ്രകടനങ്ങളാണ്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, മലയാളം പറയണ നിർബന്ധമാണോ? ഇല്ല, ഇംഗ്ലീഷിൽ പറയാം. നിരുത്സാഹപ്പെടുത്തുകയോ അമിതമായി ലാളിക്കുകയോ ചെയ്യുന്ന കുട്ടികൾ അങ്ങനെ തീരും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംവിധാനമാണിത്. ഈ സംവിധാനത്തിന്റെ അടിത്തറ കുട്ടിക്കാലത്താണ് സ്ഥാപിതമാകുന്നത്. പക്ഷെ മിക്ക മുതിർന്നവരുടെയും പ്രത്യേക സാഹചര്യങ്ങളിൽ നേരിയ രൂപത്തിൽ നിഷേധാത്മകത ഉപയോഗിക്കുന്നു. മറ്റുള്ളവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ എതിർക്കുന്നില്ല, പക്ഷെ അവർ ചെറുത്തു നിൽക്കുന്നുണ്ട്. ഇത് അവരുടെ നിഷേധാത്മകതയാണ് കൂടുതലായി കാണിക്കുന്നത്. താങ്ക് യു മിസ്. ഞാൻ പറഞ്ഞോട്ടെ? ശരണ്യാണ്. Good afternoon all. Today I am presenting ഞാൻ പറഞ്ഞോട്ടെ? regression. ഞാൻ പറയുന്നുണ്ട്. ശരണ്യ തുടങ്ങി, ഒന്ന് വെയിറ്റ് ചെയ്യൂ കേട്ടോ. Okay, regression. Regression is a defense mechanism that proposed by inappropriate verb by the ego reversed to an earlier stage of development and usual in response to a stressful situation. So if any individual will be necessarily. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, എല്ലാരും എന്റെ വീട് അപ്പൂന്റെ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതില് കണ്ടിട്ടുണ്ട്. അതില് പറയണതന്നെയാണ് പറയണത്. ആ മൂത്ത കുട്ടിയോട് കാണിക്കുന്ന ഒരു അവഗണന ഇല്ലേ, ചെറിയ കുട്ടി ഉണ്ടായപ്പോ മൂത്ത കുട്ടിയോട് കാണിക്കുന്ന ഒരു അവഗണന. ആ കുട്ടി സ്പോർട്സിൽ സമ്മാനം വാങ്ങിച്ചു വന്നപ്പോ അവരുടെ പേരൻസ് ജസ്റ്റ് മൈൻഡ് ചെയ്യുന്നില്ല. ആ കുട്ടിയോട്, ചെറിയ കുട്ടിയോടുള്ള സ്നേഹം കരുതലും കാണുമ്പോൾ ഈ കുട്ടിക്ക്, മൂത്ത കുട്ടിക്ക് ഉണ്ടാവുന്ന ടെൻഷൻ, അതിനുണ്ടാവുന്ന ഒരു തരം പെയിന്, ഇതൊക്കെയാണ് പറയണത്. ഈഗോ അതാണ് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാല് നമ്മള് ചെറിയ കുട്ടിയോട് കാണിക്കുന്ന ഒരു സ്നേഹം കരുതലും കാണുമ്പോൾ മൂത്ത കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു ഇതുണ്ടാവില്ലേ, ഒരു വേദന, അതിനെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ആ മൂത്ത കുട്ടിക്ക് ചെറിയ കുട്ടിയാവാനുള്ള ഒരു മോഹം. നമുക്ക് നമ്മുടെ മക്കള്, ഇപ്പൊ എന്റെ ജീവിതത്തിലെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ ചെറിയ കുട്ടിക്ക് ഞാൻ ചോറ് വാരി കൊടുക്കുകയാണെങ്കിൽ അപ്പൊ മൂത്ത കുട്ടി പറയും, എന്താ അമ്മ എനിക്കില്ലേ, എന്താ അവൾക്ക് മാത്രം? അപ്പൊ ചെറിയ കുട്ടീനെ എന്റെ അടുത്ത് കെടുത്തുകയാണെങ്കിൽ മൂത്ത കുട്ടി ചോദിക്കും, എന്താ അവളെ മാത്രം അടുത്ത് കെടുത്തുന്നത്, എന്നെ എന്താ അടുത്ത് കെടുത്താത്തത്? ജസ്റ്റ് ഇപ്പൊ ടൂർ പോണ ടൈമാണ്. ടൂർ പോണ ടൈമില് ഇപ്പൊ എന്റെ മൂത്ത കുട്ടീനെ ഈ ഒരു ഏജിൽ ഞാന് ചെറിയ പ്രായത്തിൽ ഞാൻ ടൂർ പോകാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല.
പക്ഷെ ചെറിയ കുട്ടീനെ ഞാൻ ടൂർ പോകാൻ വിടുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ ചോദിച്ചത്, ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ എന്തുകൊണ്ട് എന്നെ വിട്ടില്ല? ക്വസ്റ്റ്യൻസ് ആണ്, പാരന്റ്സിനോട് ക്വസ്റ്റ്യൻസ് ആണ്. എന്താ എനിക്ക് മാത്രം, എന്താ അവൾക്ക് എന്ന് നമ്മൾ പറയില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഈഗോ, അതാണ് ഇതുന്നത്. അപ്പൊ ആ കുട്ടിക്ക് ജസ്റ്റ് മിസ്സേ, ഞാനിത് എഴുതെടുത്തിട്ടില്ല, ഞാൻ എന്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് കേട്ടോ, ജസ്റ്റ് പറയുന്നത്. അപ്പോ അതാണ് ആ കുട്ടിക്ക് ഉണ്ടാവണ, മൂത്ത കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ടെൻഷനും. ജസ്റ്റ് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടിക്ക് ചെറിയൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താൽ പോലും അവ എന്നോട് ചോദിക്കാറുണ്ട്, എന്താ അവൾക്ക് മാത്രം വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പൊ അതേപോലെ അതന്നെയാണ് ഈ റിഗ്രഷനിൽ പറയണതും അതന്നെയാണ് പറയണത്. നമ്മള് താഴെയുള്ള കുട്ടികളോട് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂത്ത കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു പെയിനും ഒരു ടെൻഷനും ആ കുട്ടിയുടെ ബിഹേവിയറിൽ തന്നെ ഒരു മാറ്റം വരുത്തുന്നു. ഇപ്പൊ ആ സിനിമയിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ആ മൂത്ത കുട്ടിക്ക് എന്താണ് ചെയ്യാൻ തോന്നിയെന്നുള്ളത്, ആ ചെറിയ കുട്ടീനെ ചെയ്തത് എന്താന്ന് നമ്മൾ ആ ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ആ സമയത്ത് എന്താണ് ചെയ്യാൻ തോന്നുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ടൈമില് ആ കുട്ടിക്ക് ഉണ്ടാകും, ആ കുട്ടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും ആ കുട്ടിക്ക് ആ ടൈമില്. അപ്പൊ അതാണ് നമുക്ക് ഈ ഡിഫൻസ് മെക്കാനിസത്തില് റിഗ്രഷൻ എന്ന ടോപ്പിക്കിൽ പറയണതും അത് തന്നെയാണ്. എത്രേ ഉള്ളൂ കേട്ടോ. എക്സാമ്പിൾ സഹിതം പറഞ്ഞു തന്നു. പ്രസന്റ് ചെയ്തോളൂ. മാം, ഞാൻ പറയുന്ന ടോപ്പിക് പ്രൊജക്ഷൻ ആണ്. ആദ്യം നമുക്ക് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ച് പറയാം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മെന്റലി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളാണ്. അത് നമ്മൾ സ്ട്രെസ്സും സങ്കടവും ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ. Introduction. Projection is a psychological concept. It is a defense mechanism people use to protect their feelings. Meaning of projection. Projection means blaming others. A person puts their own feelings onto someone else. They do not accept their own mistakes. Definition. Projection is a defense mechanism in which a person attributes their own unwanted thoughts, feelings, or behaviors to others. Examples. A lazy student says the teacher is unfair. A jealous person says others are jealous. A person who lies accuses others of lying. Causes of projection. Fear of failure. Low self-confidence. Emotional stress. Self-awareness. Lack of awareness. Effects of projection. Causes misunderstanding. Creates conflicts. Harms relationships, stops personal growth. How to overcome projection? Accept your own mistakes. Think before blaming others. നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ അയാളെ ബ്ലെയിം ചെയ്യില്ല. ഇംപ്രൂവ് സെൽഫ് അവയർനെസ്. നമ്മളെ കുറിച്ച് നമ്മൾക്ക് അവെയർ ആണെങ്കിൽ നമ്മൾ മറ്റൊരാളെ ബ്ലെയിം ചെയ്യില്ല. പ്രാക്ടീസസ് പോസിറ്റീവ് തിങ്കിങ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ഷൻ. ഹെൽപ്സ് understand human behavior, improves communication, builds emotional maturity. Conclusion. Projection is common in daily life. Recognizing it helps personal development. Accepting ourselves leads to better relationships. നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഈ പ്രൊജക്ഷൻ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു മാം. മിസ്സേ, ഞാൻ പറഞ്ഞോട്ടെ? മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായല്ലോ പറഞ്ഞത്? ഓക്കെ, മനസ്സിലായി കേട്ടോ. അലുദിയ പ്രസന്റ് ചെയ്തോളൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. നമുക്ക് ആദ്യം ഡിഫൻസ് മെക്കാനിസം എന്താണെന്ന് നോക്കാം. അതായത് ഡിഫൻസ് മെക്കാനിസം ഈസ് എ നാച്ചുറൽ വേ ഇൻ വിച്ച് ലിവിംഗ് ബീയിങ്സ് പ്രൊട്ടക്ട് ദെംസെൽസ് ഫ്രം ഡേഞ്ചേഴ്സ് ഓർ എനിമീസ്. അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഈ സമൂഹത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഓരോ ഡേഞ്ചേഴ്സ്, അപകടങ്ങള്, ഓരോ സിറ്റുവേഷൻസ്, അതിനൊക്കെ നമ്മൾ എന്താ പറയാ തരണം ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ബോത്ത് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഹാവ് ഡിഫറെന്റ് ഡിഫൻസ് mechanisms to in nature. അതായത്
മൃഗങ്ങൾക്കും ഉണ്ട് അത്, സസ്യങ്ങൾക്ക് വരെ അവരുടേതായ രീതിയിൽ ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. മനുഷ്യർക്ക് മാത്രമല്ല എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള ഡിഫൻസ് മെക്കാനിസം അവരുടെ കയ്യിലുണ്ട്. Defense mechanism are mental or emotional methods used to protect the mind from stress, fear, anxiety or painful feelings. അതായത് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായ തലത്തിൽ നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സുകള്, ഫിയർ, പേടികള്, അല്ലെങ്കിൽ ഒരു ആകാംക്ഷ, ആങ്സൈറ്റി, അതുപോലെ നമുക്ക് പെയിൻഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് മാറ്റി നിർത്തുക, അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിഫൻസ് മെക്കാനിസം. These processes usually work unconsciously. അതായത് ഇത് ഉണ്ടാവുന്നത് അൺകോൺഷ്യസ്ലി ആയിട്ടാണ് നമുക്ക് ഇത് ഉണ്ടാവുന്നത്. The concept was introduced by Sigmund Freud. Sigmund Freud എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാണ് ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഡിഫൻസ് മെക്കാനിസം വിൽ ഹെൽപ്പ് ടു സോൾവ് ഓൾ ദി പ്രോബ്ലംസ്. അതായത് ഒരു പരിധി വരെ നമുക്ക് ഡിഫൻസ് മെക്കാനിസത്തിലൂടെ ഓരോ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ മെയിൻറ്റെയിനിങ് മെന്റൽ ബാലൻസ്, നമ്മുടെ മാനസികമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ബാലൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്തിലൂടെ പറ്റും? ഡിഫൻസ് മെക്കാനിസത്തിലൂടെ പറ്റും. അതുപോലെ നമുക്ക് എന്താ പറയാ, ഇമോഷണൽ സ്ട്രെസ്സുകൾ റെഡ്യൂസ് ചെയ്യാൻ, നമുക്ക് മാനസികമായ സ്ട്രെസ്സുകളൊക്കെ ായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും? ഡിഫൻസ് മെക്കാനിസത്തിലൂടെ സാധിക്കും. ഓക്കെ, ഞാൻ പറയുന്നത് ഡിഫൻസ് മെക്കാനിസത്തിലെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് എന്ന ഒരു ടോപ്പിക് ആണ്. അതേക്കുറിച്ച് പറയാം. Fantasy or daydreaming is a psychological defense mechanism in which a person escapes from reality by imagining pleasant, successful or comforting situations. അതായത് നമ്മുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരാതെ അവർ ഒരു സ്വപ്ന ലോകത്തേക്ക് എത്തിച്ചേരാം. നമ്മൾ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അവർ പൊരുത്തപ്പെടാണ്ട് അവരെപ്പോഴും എന്തൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും സ്വപ്നലോകം എന്ന അങ്ങനത്തെ ഒരു രീതിക്ക് അവർ സംസാരിക്കുക, അവർ പെരുമാറുക. അതാണ് നമ്മൾ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് കേട്ടോ. It helps reduce stress, frustration, anxiety and unmet desires. അതായത് ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സുകളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് താൽക്കാലികമായ ആശ്വാസം നമുക്ക് ലഭിക്കുകയല്ലേ, അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ആവും. ഓക്കെ, അതിൽ എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിലിയർ ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിക്കുക. ഫെയിലിയർ നമുക്ക് ഉണ്ടാവുന്നില്ല, നമുക്ക് എപ്പോഴും സക്സസേ ഉണ്ടാവുന്നുള്ളൂ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വരിക, ഒരു സ്വപ്നലോകത്ത് പോലെ നമ്മൾ നിൽക്കുക. അതേപോലെ ഡ്രീമിങ് ഓഫ് ബിക്കമിങ് റിച്ച് ഓർ ഫേമസ്. നമ്മൾ കാണാൻ എന്താണ്, നമ്മൾ എപ്പോഴും ഭയങ്കര റിച്ച് ആണ്. ഇപ്പൊ പാവപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ഒരുപാട് അതെയോ? ഇപ്പോഴോ? ഒരു മിനിറ്റ് കേട്ടോ, ശബ്ദം കേൾക്കുന്നുണ്ട്, വീഡിയോ പോസ് ആയിട്ട് നിൽക്കുക. ഇപ്പോഴോ? ഓക്കെ ആണോ? ഓക്കെയാണ്, ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. നെറ്റ് ഇഷ്യൂ ആണ്, എല്ലാവർക്കും ഉണ്ടല്ലേ? ഓക്കെ, അടുത്തതാണ് കേട്ടോ. അടുത്ത ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലോൺലി പേഴ്സൺ ഇമാജിൻസ് ഹാവിംഗ് മെനി ഫ്രണ്ട്സ്. അതായത് ഒറ്റയ്ക്കുള്ള ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എത്ര നന്നായിരിക്കും എന്ന് ആ കുട്ടി ചിന്തിക്കുക. ഇപ്പം നമ്മളെ ഫ്രണ്ട്സിനെല്ലാം നമ്മൾ ചിന്തിക്കില്ലേ, ചില ആളുകളൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അവർ ചിന്തിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് അവർ ചിന്തിക്കുന്നത്, അവർ സ്വപ്നം കാണുന്ന പോലെ ചെയ്യുന്നത്. Okay, when reality causes pain or stress, the mind protects itself by creating a safe imaginary world. അതായത് നമ്മുടെ ഒരു യാഥാർത്ഥ്യത്തിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാവുക, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊന്നും അല്ല, നമുക്ക് ഇതിനെക്കാട്ടി നല്ലൊരു യാഥാർത്ഥ്യമല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് എന്ത്? ഫാന്റസി ഓർ world, individual will help to reduce emotional tension and it provides temporary satisfaction. അതായത് താൽക്കാലികമായിട്ട് ആശ്വാസമാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നമ്മുടെ സ്വപ്നം കണ്ടിട്ട് ആ ഒരു താൽക്കാലികമായ ആശ്വാസം നമ്മൾ നേടുകയാണ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഫാന്റസി ആണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ആണ് വിഷ് ഫുൾഫിൽമെന്റ് ഫാന്റസി. അതായത് നമ്മള് അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇമേജിങ് ഡിസയേഴ്സ് കമ്മിങ് ട്രൂ. അതായത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾക്ക് നടക്കുക എന്നുള്ള ഒരു സ്വപ്നം കാണുക, നമ്മളത് ചിന്തിക്കുക, നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നടക്കുക എന്ന് നമ്മൾ ചിന്തിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രീമിങ് ഓഫ് സക്സസ് വിത്തൗട്ട് എഫേർട്ട്. നമ്മൾ ഒരു എഫേർട്ട് എടുക്കാണ്ടേ നമുക്ക് സക്സസുകൾ വാങ്ങിച്ചു തരിക.
അതായത് നമ്മൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല, പക്ഷെ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾ, അതാണ് വിഷ് ഫുൾഫിൽമെന്റ് ഫാന്റസി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെയാണ് ഹീറോ ഫാന്റസി, അതായത് ഇമാജിനിങ് വൺസെൽഫ് ആസ് പവർഫുൾ ഓർ അഡ്മയർഡ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആക്ടിങ് ആസ് എ ഫേമസ് ലീഡർ ഓർ അത്ലറ്റ് ഇൻ ഇമാജിനേഷൻ. അതായത് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്, നമ്മൾക്ക് ഉള്ളങ്ങാട്ടി ഇരട്ടി പവർ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ അത്രയും ഫേമസ് ആണ്, എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതാണ് ഹീറോ ഫാന്റസി. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്ററി ഫാന്റസി ആണ് പറയുന്നത്. അതായത് യൂസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ റിയൽ ലൈഫ് വീക്ക്നെസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഷൈ പേഴ്സൺ ഇമാജിനിങ് ബീയിങ് കോൺഫിഡന്റ് ആൻഡ് പോപ്പുലർ. എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ ഒരു നാണം കൂടി എന്താ പറയാ ഷൈ ആയിട്ടുള്ള ഒരാള് ചിന്തിക്കുകയാണ്, എന്താ പറയാ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാണെന്ന് ആ ആള് വിചാരിക്കുക. അതാണ് കോമ്പൻസേറ്ററി ഫാന്റസി എന്ന് പറയുന്നത് കേട്ടോ. നമ്മള് ഇപ്പൊ ഈ ഡേ ഡ്രീമിങ്ങിന് പോസിറ്റീവ് സൈഡും ഉണ്ട് നെഗറ്റീവ് സൈഡും ഉണ്ട്. എന്തൊരു കാര്യത്തിനും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടായിരിക്കും. ഇതിൽ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജസ് ക്രിയേറ്റിവിറ്റി. അതായത് നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. എന്തിലൂടെ? ഡേ ഡ്രീമിങ്ങിലൂടെ. ഇപ്പൊ നമ്മള് മിസ് പറഞ്ഞ പോലെ നമ്മളിപ്പോ ടീച്ചർ ആവാന്നുള്ള നല്ല കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ അങ്ങോട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും, നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടെങ്കിൽ. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഇൻ പ്ലാനിങ് ഗോൾസ്. അതായത് നമുക്ക് ഗോള്, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലോട്ട് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഇതിലൂടെ സാധിക്കും. അടുത്ത പോയിന്റ് റെഡ്യൂസസ് ടെമ്പററി സ്ട്രെസ്. താൽക്കാലികമായിട്ട് നമുക്ക് സ്ട്രെസ്സുകൾ ഒന്ന് കുറയ്ക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. അടുത്തത് സപ്പോർട്ട്സ് ഇമാജിനേഷൻ ആൻഡ് ഇന്നോവേഷൻ. അതായത് നമുക്ക് എന്താ പറയാ ഒരുപാട് ഇമാജിനേഷൻസ് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇനി അതിന് നെഗറ്റീവ് സൈഡ് പറയാം കേട്ടോ. നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ് ഓഫ് റിയൽ ലൈഫ് പ്രോബ്ലംസ്. അതായത് നമുക്ക് യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. യാഥാർത്ഥ്യത്തിൽ എന്ത് സംഭവിക്കുന്നു അതിനൊന്നും നമ്മൾ എന്താ പറയാ എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് പൂർ അക്കാദമിക് ഓർ വർക്ക് പെർഫോമൻസ്. നമുക്ക് വർക്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത് കുറയാണ്. അതായത് ഇപ്പൊ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ വർക്ക് ചെയ്യാൻ വരുന്നില്ല. അടുത്ത പോയിന്റ് പറയുന്നത് സോഷ്യൽ വിഡ്രോവൽ. സമൂഹത്തിൽ നിന്നുള്ള ഒരു വിടവാങ്ങൽ എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാണ്ട് ആ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുക. അടുത്തത് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. അതായത് യഥാർത്ഥത്തിൽ നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ നെഗറ്റീവ് സൈഡാണ് കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് ഫാന്റസി റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഫാന്റസി എന്ന് പറയുന്നത് അത് ഇമാജിനറി ആണ്, നമ്മൾ സ്വപ്ന ലോകമാണ് ഫാന്റസി. റിയാലിറ്റി എന്ന് പറയുന്നത് റിയൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതേപോലെ ഫാന്റസിയിൽ എന്ന് വെച്ചാൽ ടെമ്പററി റിലീഫ് മാത്രമേ നമുക്ക് ഫാന്റസിയിൽ നടക്കുന്നുള്ളൂ. പക്ഷെ റിയാലിറ്റിയിൽ ലോങ് ടേം സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. അതായത് ജീവിതകാലം മുഴുവൻ നമുക്കൊരു സൊല്യൂഷൻ ആണ് റിയാലിറ്റിയിൽ നമുക്ക് കിട്ടുന്നത്. അതേപോലെ പാസീവ് ആണ് ഫാന്റസി. റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ്. അതായത് നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നത് എന്തിലാണ്? നമ്മൾ റിയാലിറ്റിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഓക്കെ. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷനിലേക്ക് എത്താം കേട്ടോ. അതായത് ഫാന്റസി ഓർ ഡേ ഡ്രീമിംഗ് ഈസ് എ നാച്ചുറൽ ആൻഡ് കോമൺ സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം യൂസ്ഡ് ബൈ ഹ്യൂമൻ ടു കോപ്പ് വിത്ത് സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ ആൻഡ് അൺമെറ്റ് ഡിസയേഴ്സ്. അതായത് ഒരു സൈക്കോളജിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ് ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മളുടെ ഫ്രസ്ട്രേഷനും സ്ട്രെസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ താൽക്കാലികമായിട്ട് നമുക്കൊരു മനസ്സിന് ഒരു ആശ്വാസം ലഭിക്കുന്ന ഒരു മെത്തേഡാണിത്. ഇറ്റ് പ്രൊവൈഡ്സ് ടെമ്പററി ഇമോഷണൽ റിലീഫ് ആൻഡ് ഹെൽപ്സ് പ്രൊട്ടക്ട് സെൽഫ് എസ്റ്റീം ഡ്യൂറിങ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അതായത് നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് താൽക്കാലികമായിട്ട് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഡേ ഡ്രീമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് തിരഞ്ഞെടുക്കുന്നത്. We can use the fantasy can be healthy and beneficial, encouraging creativity, imagination and goal formation. അതായത് നമുക്കിതൊരു ഹെൽത്തി ആയ രീതിക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം, നല്ലതാണ്. പക്ഷെ അതായത് നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടാൻ തന്നെ, അതുപോലെ എൻകറേജ് ചെയ്യാൻ, ഗോള് നമുക്കൊരു ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനൊക്കെ നമുക്ക് ഡേ ഡ്രീമിംഗ് നമുക്ക് യൂസ്ഫുൾ ആണ്. Therefore, fantasy is positive when it motivates actions and personal growth, but negative when it becomes an escape from reality instead of support for facing it. അതായത് നെഗറ്റീവ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാഥാർത്ഥ്യത്തിന് എന്താ പറയാ നേരിടാണ്ട് നമ്മൾ അതിനൊക്കെ ഓടി ഒളിക്കാതെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണ്.
ഓക്കെ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ടേം 1 പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണോ? എന്റെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയി, ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആണോ? സൈക്കോളജി കഴിഞ്ഞിട്ടില്ല മിസ്. ഇൻഡിവിജ്വൽ ഡിഫറൻസും സൈക്കോളജിയും കഴിഞ്ഞിട്ടില്ല അല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തോണ്ടിരിക്കുക. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ആതിര മിസ് അല്ലേ? മിസ് അത് ഏകദേശം ഫെബ്രുവരിയിലേക്ക് ആവോ മിസ്? ഫെബ്രുവരി വരെ നീളോ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം? എനിക്ക് തോന്നുന്നു ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അങ്ങനെയായിരിക്കും കേട്ടോ. ഡേറ്റ് തരും. ഓക്കെ മിസ്. അപ്പൊ ഞാൻ ചോദിച്ചത് സൈക്കോളജി ആതിര മിസ് തന്നെയാണ് എടുക്കുന്നത് അല്ലല്ലോ? ജിഷ മിസ് അല്ലേ? സൈക്കോളജി ആതിര മിസ് ആണ് മിസ്. എഡ്യൂക്കേഷൻ സൈക്കോളജി ജിഷ മിസ് തുടങ്ങിയേക്കുന്നത്. ആതിര മിസ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എടുക്കുന്നത് അല്ല, പിന്നെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജി അല്ലേ? അത് ജിഷ മിസ് സ്റ്റാർട്ട് ചെയ്തു മിസ്സേ. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം ഉണ്ടാവാം. കൺഫേം അല്ല കേട്ടോ, ഞാൻ ഏകദേശം ഒരു ധാരണ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഡേറ്റ് വരും എന്തായാലും കേട്ടോ, ഈ അടുത്ത് തന്നെ. പക്ഷെ ഞാനും മനുമോളും കേറി, അതായത് ട്രെയിനിങ്ങിന് കേറിയിട്ടുണ്ട്. ട്രെയിനിങ്ങിന് കയറിയോ? മൺഡേ തൊട്ട് സ്റ്റാർട്ടിങ് ആണ് മിസ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ, പിന്നെ നമ്മൾ ഡേറ്റ് മാറ്റുന്നത് ഇതല്ല. അപ്പം അതാണ് ഇപ്പൊ ടെൻഷൻ ഞങ്ങക്ക്. 15 ദിവസത്തേക്കാണ് വിശാംസ് പറഞ്ഞതേ. അപ്പൊ അവിടെ 20 days കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് വന്നു. അപ്പൊ ജിഷാംസിന്റെ ക്ലാസ് ആയിരുന്നു അന്ന്, പക്ഷെ നേരത്തെ കൺഫേം ആയില്ല എത്ര ഡേയ്സ് ആണെന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എക്സാം വന്നാൽ ഞാനിപ്പോ അഡ്വാൻസ് പറഞ്ഞിട്ടുണ്ട്, ഡിഒനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എക്സാം ഉണ്ട്, അപ്പൊ അതിനെന്തായാലും ലീവ് തരണം ഞങ്ങക്ക് 1.5-2.5 പറഞ്ഞിട്ടുണ്ട് മിസ്. ഏത് സ്കൂളാണ്? ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂൾ മിസ്. ഇവിടെയാണല്ലേ? ഞാൻ സ്കൂളിൽ തന്നെ മിസ്. ഡീപോൾ പബ്ലിക് സ്കൂള് തൊടുപുഴ. പ്രാക്ടിക്കലിന്റെ കാര്യം പറഞ്ഞായിരുന്നോ? പ്രാക്ടിക്കലിന്റെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പ്രാക്ടിക്കലിന് ഫെബ്രുവരി ആണ് ആദ്യം പറഞ്ഞിരുന്നേ, പക്ഷെ ഇപ്പൊ വീണ്ടും അത് നീളാൻ സാധ്യത ഉണ്ടെന്നല്ലേ പറഞ്ഞല്ലേ? മാർച്ച് ലാസ്റ്റ് ജിഷ മിസ് പറഞ്ഞ. മാർച്ച് ലാസ്റ്റ് അല്ലേ? എനിക്കൊന്ന് നോമ്പ് തുടങ്ങുന്നതിന്റെ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. അതെ പറഞ്ഞു അതെ. പ്രാക്ടിക്കലിന് വരുമ്പോഴാണോ റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടത്? റെക്കോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാല് സൈൻ ചെയ്ത് സീല് വെച്ച് തരും. അല്ല മിസ്, ഒരു ഡൗട്ട്. ഞങ്ങൾ അടുത്തുള്ളവർക്ക് നേരത്തെ വേണമെങ്കിൽ പോവാലോ. ഈ ദൂരെന്ന് പോയി വന്നവർക്കേ വേണമെങ്കിൽ ഒരു അവസരം കൊടുക്കാലോ. ഞങ്ങളൊക്കെ വേഗം ചെയ്യുവാണെങ്കിൽ. എന്ത് ചെയ്യുവാണെങ്കില്? റെക്കോർഡ് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുവാണെങ്കിലേ ഇവിടെ അടുത്തുള്ളവർക്ക് നേരത്തെ ആണെങ്കിൽ അന്ന് ജിഷാ മിസ്സിന് ഇതേപോലെ വരുന്നവരുടെ നോക്കിയാൽ മതി. എല്ലാവരും ഒരുമിച്ചാക്കണ്ടല്ലോ ഒന്ന്. അതായത് പറവൂർ ഓഫീസിൽ ടീച്ചേഴ്സ് ഉണ്ടാവില്ല അല്ലേ? ഓക്കെ. ഞാൻ നോക്കി മിസ്, കഴിഞ്ഞ ദിവസം വന്നപ്പോ നിസ പറഞ്ഞായിരുന്നു അവിടെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി ഉണ്ട്. ചേന്നമംഗലത്ത് അല്ല, മുനിസിപ്പൽ ജംഗ്ഷന്റെ അവിടെ അല്ലേ മിസ്? അത് ഇവിടെ അടുത്താണോ? പറവൂരിന് അടുത്താണോ? ഫ്രാൻസിസ് ഡോക്ടറിന്റെ അടുത്തല്ലേ? ഫ്രാൻസിസ് ഡോക്ടർ നമ്മുടെ ചേന്നമംഗലത്ത് നിന്ന് കേറിയിട്ട് മനസ്സിലായി. ഓക്കെ. അതെ, ആ സൈഡ് പോയിട്ടുണ്ട് മിസ്, പോയിട്ടുണ്ട്. അവിടെ വരെ എത്തിയിട്ടില്ല, പക്ഷെ അങ്ങോട്ട് ആ സൈഡൊക്കെ കണ്ടിട്ടുണ്ടാവും മുമ്പ്. അപ്പൊ ടീച്ചേഴ്സ് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പൊ സൈൻ വേണമെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരും ചിലപ്പോ. അതുകൊണ്ടാണ് ഈ പ്രാക്ടിക്കലിനൊക്കെ വരുമ്പോൾ കോൺവെക്കേഷൻ അങ്ങനെയൊക്കെ സമയത്തൊക്കെയാണ് ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം മിസ്, ഞങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും മിക്കവാറും, മെറ്റീരിയൽസേ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എന്തെങ്കിലും ഇത് വരുമോന്ന് അറിഞ്ഞുകൂടാ. മിസ്സുമാരെ കാണിച്ചിട്ടാണ് കൊണ്ടുവരണമെന്ന് ആഗ്രഹം, പക്ഷെ ഇതിപ്പോ കിട്ടിയതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. അതൊക്കെ വെച്ച് നമുക്ക് പഠിപ്പിക്കാമല്ലോ. ABCD
നിഷാന്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് കയറുവാണെങ്കിൽ, അല്ലെങ്കിൽ ഫെബ്രുവരി ലാസ്റ്റ് ഒക്കെ ആകുമ്പത്തേനേ എക്സാമിന്റെ ടൈമൊക്കെ ആയാലും ട്രെയിനീസിനെ ചിലപ്പം കേട്ടില്ലായിരിക്കും എന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു. പിന്നെ ഒരു കാര്യം മിസ്, ഇപ്പൊ ഞാൻ പോകുന്ന ക്ലാസ്സിൽ തന്നെ എന്റെ മോൾ ഇരിക്കുന്നത് മിസ്. അപ്പൊ അതിനൊരു സജഷൻ പറഞ്ഞു തരണം. ക്ലാസ് മാറ്റണോ അല്ലെങ്കിൽ എന്ത് വേണം? വേറെ ക്ലാസ് മാറ്റമൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. മോളിരിക്കുന്നോണ്ട് എന്താ, അത് പ്രശ്നമൊന്നുമില്ല. ഒന്നുമില്ല അല്ലെ? ഇടയ്ക്ക് വാശി പിടിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇല്ല അല്ലെ മിസ്? കാരണം ആ മിസ്, അവളുടെ ക്ലാസ്സിലെ മിസ്സിന് ഇപ്പൊ ഒരു എമർജൻസി, അതായത് ആക്സിഡന്റ് ആയിട്ടുണ്ട് മിസ്. ഇപ്പൊ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവളുടെ ക്ലാസ്സിൽ തന്നെ കിട്ടാനാ സാധ്യത. അവിടെ മിസ് ഇല്ല. കറക്റ്റ് ടൈമാണ് മിസ്സിന്റെ. അപ്പൊ മോളുടെ ക്ലാസ്സിൽ തന്നെ കയറാനായിട്ടാണ് ഇപ്പം അവസരം തോന്നുന്നു. ഇപ്പൊ അവര് മാറ്റുവാണെങ്കിൽ അങ്ങനെ എന്താ അവരുടെ തീരുമാനം? നോക്കൂ എങ്ങനെയാണെന്ന് തോന്നിച്ചാൽ. തിങ്കളാഴ്ച തുടങ്ങി കയറുവാണ് അല്ലേ? അതെ മിസ്. ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, ലൈവിൽ കയറാൻ പറ്റില്ല അല്ലേ? ആ അല്ല, എനിക്ക് തോന്നുന്നു ഒരു 3 മണി വരെ പറഞ്ഞേക്കണം മിസ്. അതായത് 3:30 അവിടെ തീരും. 3:15 3 മണി ആ ടൈമാണ് സാധാരണ ട്രെയിനിങ് ടീച്ചേഴ്സിന് വിടുന്നതെന്ന് പറഞ്ഞു. 3 മണി വരെ. എനിക്ക് പീരീഡ് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ക്ലാസ് തീരുമ്പോ പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ഡേ ഇരിക്കണ്ട ഇല്ലാന്ന് പറഞ്ഞു. എനിക്ക് ഫുൾ ഡേ ഇരിക്കണം മിസ്. 20 ഡേയ്സ് ആക്ടിവിറ്റീസ്. മിസ്സിന്റെ ആക്ഷൻ സോങ് ഒക്കെയാണ് ഓർക്കുന്നത്. ആക്ഷൻ സോങ്, സ്റ്റോറീസ് ഒക്കെ അത്യാവശ്യം നോക്കാന്ന് വിചാരിച്ചിട്ടാണ്. കുട്ടികൾക്ക് കഥകള്. മിസ്സേ, ഞാൻ കയറിയിരിക്കുന്നിടത്ത് ഫുള്ള് മോണ്ടിസോറി മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ ദിവസം നമ്മൾ നോക്കും, എങ്ങനെയാണെന്ന് നോക്കും, കുട്ടികൾക്ക് എങ്ങനെയാണ്, അവരുടെ നേച്ചർ എന്താണ് എന്നൊക്കെ നോക്കും. ആദ്യം നമ്മളിപ്പോ കേറിയിട്ട് കുട്ടികളെ ഒന്ന് പരിചയപ്പെടാം അല്ലെ? പേരൊക്കെ ചോദിക്കാം. ആദ്യത്തെ ദിവസം നമ്മൾ കയറി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനൊന്നും വേണ്ട. ആദ്യത്തെ ദിവസം അവരെ പരിചയം, അവരെ മനസ്സിലാക്കുക. മനസ്സിലായി വരും നമുക്ക്. എന്നാലും ആദ്യത്തെ ദിവസം നമുക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇങ്ങനെയാണെന്നുള്ളത്. ചിലപ്പോൾ ജയശ്രീ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളായിരിക്കില്ല അനുമോള് പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ. വ്യത്യാസം ഉണ്ടാകും. പണ്ടേ നിങ്ങൾ അതൊന്ന് ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അവർക്കനുസരിച്ച് നിങ്ങളുടെ ക്ലാസ് കൊണ്ടുപോകാന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അപ്പൊ ഉള്ള പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ചിട്ട് നോക്കുക, കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടുപോയി കാണിക്കുക. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും, നമുക്കൊരു ഐഡിയ കിട്ടും ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ. കുട്ടികളിൽ എങ്ങനെയാണ്, അവർക്ക് കൂടുതൽ എന്താണ് ഇഷ്ടം എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ മോക്ക് ടെസ്റ്റ് തരാനുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ടെന്നല്ലേ? രണ്ടും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആണോ തേർഡ് ചാപ്റ്റർ ആണോ എന്ന് അറിയില്ല. 2 ചാപ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസ് മെക്കാനിസം തന്നേക്കാം, ഇന്ന് കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ മിസ്. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യുവാണേ. ടൈമായി അറിഞ്ഞില്ല മിസ്. ടൈമായി, എനിക്ക് ക്ലാസ് ഉണ്ട്. സൈൻ ഔട്ട് ചെയ്തോളൂ. Thank you, ma'am, for a wonderful class today. There were seminars from our friends. Everyone have represented nice seminar. We all understood the topics very well. Thank you, ma'am. Okay. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സില് സെമിനാർ ഇന്ന് പ്രസന്റ് ചെയ്യാത്തവരോ അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. കൂടാതെ ഞാൻ പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. സ്കൂൾ മാനേജ്മെന്റ് തുടങ്ങുന്ന ആ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് വീക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you.